ദുബായിലെ ബുർജ് ഖലീഫ മെട്രോ സ്റ്റേഷൻ വികസിപ്പിക്കാൻ തീരുമാനമായിരിക്കുകയാണ്. പ്രതിദിനം 2,20,000 പേർക്ക് യാത്ര ചെയ്യാവുന്ന വിധത്തിലാണ് മെട്രോ സ്റ്റേഷൻ വികസിപ്പിക്കുക. യാത്രക്കാരുടെ തിരക്കും ഭാവിയിലെ ആവശ്യങ്ങളും പരിഗണിച്ചാണ് വികസന പ്രവർത്തനം പൂർത്തിയാക്കുകയെന്ന് ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി ചെയർമാൻ അറിയിച്ചു. ദുബായ് മെട്രോയിൽ ഏറ്റവും തിരക്കുള്ള സ്റ്റേഷനുകളിൽ ഒന്നാണ് ബുർജ് ഖലീഫ ദുബായ് മാൾ സ്റ്റേഷൻ. ലോകത്തിലെ ഉയരമേറിയ കെട്ടിടമായ ബുർജ് ഖലീഫ കാണാനും ലോകത്തിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മാളുകളിൽ ഒന്നായ ദുബായ് മാൾ സന്ദർശിക്കാനും എത്തുന്ന സഞ്ചാരികളാണ് യാത്രക്കാരിൽ അധികവും. ഡൗൺ ടൗണിലടക്കം സമീപത്ത് ജോലി ചെയ്യുന്ന 10,000-കണക്കിന് ആളുകളും ആശ്രയിക്കുന്നത് ഈ സ്റ്റേഷനെയാണ്. പുതുവർഷാഘോഷം, ദുബായ് റൈഡ് തുടങ്ങി പ്രധാന ആഘോഷ ദിവസങ്ങളിൽ ആൾത്തിരക്ക് കാരണം ഈ മെട്രോ സ്റ്റേഷനുകൾ പലപ്പോഴും അടച്ചിടാറുണ്ട്. ഇതെല്ലാം പരിഗണിച്ചാണ് വൻ വികസന പദ്ധതി നടപ്പാക്കാനുള്ള തീരുമാനം. 6,700 ചതുരശ്ര മീറ്ററാണ് നിലവിൽ മെട്രോ സ്റ്റേഷന്റെ വിസ്തൃതി. ഇത് 8,500 ചതുരശ്ര മീറ്ററാക്കി വർദ്ധിപ്പിക്കും. മണിക്കൂറിൽ 7,250 യാത്രക്കാർക്ക് സഞ്ചരിക്കാനുള്ള സൗകര്യം ഇതോടെ 8,500 മാറും. 65% വർധനയാണ് അടിസ്ഥാന സൗകര്യങ്ങളിൽ ഉണ്ടാകുക. വികസന പ്രവർത്തനങ്ങൾ പൂർത്തിയാകുന്നതോടെ പ്രതിദിനം 2,20,000 യാത്രക്കാർക്കുള്ള സൗകര്യങ്ങൾ ഇവിടെ ഉണ്ടാകുമെന്ന് RTA ചെയർമാൻ മത്താർ അൽ താഹിർ അറിയിച്ചു. ഇമാർ പ്രോപ്പർട്ടീസും RTAയും ചേർന്നാണ് മെട്രോ സ്റ്റേഷന്റെ വികസന പ്രവർത്തനം പൂർത്തിയാക്കുക. മാതൃഭൂമി ന്യൂസ്, ദുബായ്.